ഡാം ചോരുന്നുണ്ട്. ഹായ്, മോനോടൊപ്പം കാഞ്ഞിരപ്പുഴ ഗാർഡനിലാണ്. അതായത് ആദ്യമൊക്കെ നമ്മളോടൊപ്പം എല്ലാ ഞായറാഴ്ചയും മോനുണ്ടായിരുന്നു. പിന്നെ ഈ ലോക്ക്ഡൗൺ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ആദ്യമായിട്ട് മോനെ പുറത്തിറക്കാട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടാവും. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ആള് മോനെ. അപ്പോൾ ഗാർഡനിൽ നമ്മൾ ലോക്ക്ഡൗണിൻ്റെ മുമ്പ് കുട്ടികൾക്ക് കുറേ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആസ് യൂഷ്വൽ എല്ലാ ഗാർഡനിലുള്ള പോലെ സംഭവങ്ങളൊക്കെ തന്നെയാണുള്ളത്. പക്ഷെ കുട്ടികളുടെ കുറച്ച് സൈക്ലിങ് അതുപോലെ കുറച്ച് സംഭവങ്ങളൊക്കെ ഫെബ്രുവരിയിലുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. പിന്നെ ആൾക്ക് ചാനലൊക്കെ ഉണ്ട് കേട്ടോ. റയാൻ ബ്രൈറ്റ് മീഡിയ എന്ന് തന്നെയാണ്. എന്താ ചാനൽ പേര്? റയാൻ ബ്രൈറ്റ് മീഡിയ. അത് തന്നെയാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞാൻ മോനെ കുറിച്ച് പറയാം കേട്ടോ, റയാനെ കുറിച്ചിട്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഇപ്പം ഞാനൊക്കെ ഹിറ്റ്ലർ സിനിമ ഇറങ്ങിയപ്പോൾ ബാക്കിൽ മുടി വളർത്തിയ ആളാണ്. അപ്പോൾ നമ്മളുടെയൊക്കെ റോൾ മോഡൽ അന്നത്തെയൊക്കെ കാലത്ത് സിനിമ നടന്മാരൊക്കെ ആയിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് തോന്നുന്നു. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മോന് എന്നെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് സത്യം പറഞ്ഞാൽ റോൾ മോഡൽ എന്ന് പറയുന്നത് ആരാ? പബ്ജിയല്ലേ? അങ്ങനെയാണ് ഇപ്പോൾ ആള്. അതായത് നമ്മളെന്താ ചെയ്യണം, ഇപ്പോൾ നമ്മളുടെ വർക്ക് എന്താണ് അതിനെക്കുറിച്ച് പഠിക്കാൻ, അതുപോലെ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ചെയ്യാൻ തന്നെ കാരണം ഞാൻ തന്നെ, അതായത് നമ്മളെന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ. ഇപ്പോൾ ഞാൻ ബൈ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടച്ചാൽ അവൻ്റെ വീഡിയോയിലും ലാസ്റ്റ് ഉണ്ടാവും ബൈ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ മടക്കണ പോലെ ഉണ്ടാവും, കൈ ഇങ്ങനെ ക്യാമറയിലേക്ക് അടക്കണ പോലെ ഉണ്ടാവും. അപ്പോൾ മോൻ്റെ ചാനലിൽ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ട്. അവൻ എന്തൊക്കെ പറയാമെന്നറിയില്ല. അപ്പോൾ അത് ചെയ്യണം. കൂടാതെ നമ്മൾ അതിൻ്റെ ഉള്ളിലത്തെ ആക്ടിവിറ്റീസൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കാണാമല്ലോ. ഓക്കെ, നമുക്കൊന്ന് പോവാം. അത്രയും സംഭവങ്ങളാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് കോവിഡുമായി ബന്ധപ്പെട്ടിട്ട്. ഞാൻ കണ്ടോ അങ്ങനെ ആ ടെസ്റ്റിങ്ങന്മാര് ഇങ്ങനെ ചെയ്തപ്പോ ഞാൻ പേടിച്ചു. അത് ടെമ്പറേച്ചർ നോക്കിയിട്ടുണ്ടപ്പോൾ മോനെ പേടിച്ചു പോയിട്ടോ. അത് ആള് കോവിഡ് ടെസ്റ്റാന്ന് വിചാരിച്ചിട്ടേ, കോവിഡ് കൊറോണ എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ മോന് ഭയങ്കര പേടിയാണ്. പേടിയുണ്ടോ? കോവിഡിന് പേടിയുണ്ടോ? കോവിഡ് എവിടെ വരിക? ഒരു വർഷമെങ്കിലും ആയില്ലേ സ്കൂളിൽ പോയിട്ട്. പിന്നെ അതിൻ്റെയൊക്കെ ഒരു മൂഡ് ഓഫും. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം ആദ്യമായിട്ടോ റയാനെ. എന്തുവാവേ? പിന്നെ ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അത് കാഞ്ഞിരപ്പുഴ ഗാർഡനിൽ വന്നവർക്കറിയാം, ഇതുവരെ വരാത്ത ആളുകൾത്തെ പറയണത്. പിന്നെ ഇവിടെ ഒരു ലഘു ഭക്ഷണശാല ഉണ്ട്. എന്തായാലും അത് ഓപ്പൺ ആയിരിക്കില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഇരിപ്പിടങ്ങളും കാര്യങ്ങളുമാണ് വൈകുന്നേരങ്ങളിൽ കേട്ടോ. ഇപ്പോൾ ശരിക്കും നട്ടുവെച്ചിരുന്നു. സമയം 12 മണിയായി. ഞാൻ ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഗാർഡനിൽ വന്നതാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കോവിഡ് ഇല്ലാത്ത കാലത്തും ഏകദേശം ഗാർഡനിൽ ഈ തിരക്കൊക്കെ തന്നെയാണ് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലും തിരക്കിനും പ്രത്യേകിച്ച് കുറവുകളൊന്നുമില്ല. ഗാർഡന് അകത്തുള്ള ഒരു ഫോറസ്റ്റ്. ഇതും മിക്ക ഗാർഡനിലൊന്നും ഉണ്ടാവാറില്ല കേട്ടോ. ഇവിടെ തീരെ നല്ല തണുപ്പുണ്ട്. അതായത് ഒരു ഫോറസ്റ്റ് തന്നെ, ഗാർഡനകത്തുള്ള ഒരു ഫോറസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിലും ഇതേപോലെ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെഡ്ഡിങ് ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ സ്ഥലമാണ്.
ഇത് ഡാമിലെ പുതിയൊരു ആക്ടിവിറ്റീസ് ആണോ? അത് ഫെബ്രുവരിയിലൊന്നും ഇല്ലല്ലോ, മാർച്ചിലില്ല. നമ്മൾ ലോക്ക്ഡൗണിന് മുമ്പ് ഈ സംഭവം അല്ലല്ലോ എടുത്തു. അതെ അതെ. ഇപ്പോൾ ഇത് ആക്റ്റീവാണ്. ഇതിൻ്റെ റേറ്റ് എത്ര? 120 രൂപ. സോർബിംഗ് പൂൾ എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് 170 രൂപയാണ്. എത്ര മിനിറ്റ്? 5 മിനിറ്റ്. 5 മിനിറ്റ്. പിന്നെ നമ്മുടെ തിരക്കൊക്കെ അനുസരിച്ചിട്ട് ചിലപ്പോൾ 10 മിനിറ്റ് വരെയൊക്കെ. അത് നമ്മളെ ബോട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. സൈക്ലിങ്ങും അങ്ങനെ തന്നെയാണ്. 5 മിനിറ്റ് എങ്കിലും ഒരു 15 മിനിറ്റ് 10 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ തരും. തിരക്കനുസരിച്ചിട്ട് കുട്ടികൾക്കുള്ള കാര്യമാണല്ലോ. സംഭവം അടിപൊളി കേട്ടോ. അത് കയറിക്കണം. എത്ര വയസ്സ് വരെ? അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും, ചെറിയ കുട്ടികൾ മുതിർന്നവർക്കൊക്കെ ഇതിനകത്ത് കയറാം. കിഡ്സ് ആക്ടിവിറ്റീസ് അല്ല കേട്ടോ, മുതിർന്നവർക്കുള്ള സംഭവമാണ്. എനിക്കും കയറാല്ലേ? ബോട്ടിൽ കയറുക. എങ്ങനെയായിരുന്നടാ? അടിപൊളിയല്ലേ? ഇത് കുട്ടികൾക്ക് വേണ്ടി മാത്രമേ ഉള്ളൂ. 12 രൂപയുള്ളൂ കേട്ടോ ടിക്കറ്റ്. അത് അടിപൊളിയാണ്. അങ്ങോട്ട് നോക്കടാ. നമ്മൾ ഈ ചെറിയ ഗാർഡനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മളെപ്പോഴുള്ള കുട്ടികളുടെ സന്തോഷം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു പോസ്റ്റാണ് ശരിക്ക്. പോസ്റ്റായിട്ട് ഇവിടെ നിന്ന് നിൽക്കാം. പിന്നെ വൈകുന്നേരങ്ങളാണെങ്കിൽ നല്ല കാറ്റും കാര്യങ്ങളുണ്ടാവും, അത് നമുക്ക് എൻജോയ് ചെയ്യാം. അല്ലാതെ അതിപ്പോൾ ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഗാർഡൻ്റെ ഉള്ളിലെ വാട്ടർ ഫൗണ്ടെയിനാണ് ഇത്. ദിവസത്തിൽ ഇപ്പോൾ ഒരു തവണ മാത്രമേ ഉള്ളൂ. വൈകുന്നേരം 5 മണിക്ക് ശേഷം മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് വൃന്ദാവൻ ഗാർഡനിൽ വലിയ അത്ഭുതമായിട്ട് കണ്ടിരുന്ന സംഭവമാണ് ഇത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നമ്മളൊരു 10 വർഷം അല്ലെങ്കിൽ 15 വർഷം മുമ്പൊക്കെ ഓർമ്മ ഉണ്ടല്ലോ, വൃന്ദാവൻ ഗാർഡൻ മൈസൂരിൽ. അത് വലിയൊരു സംഭവമായിരുന്നു. എത്ര ആളുകളായിരുന്നു, 1000കണക്കിന് ആളുകൾ ആ ഗ്യാലറിയിൽ അന്നുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും തോന്നുന്നു. പക്ഷേ എത്രത്തോളം ആളുകൾക്ക് ക്യാച്ച് ആവും എന്നുള്ളത് ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കണ്ടിട്ടുണ്ടോ? ഫെബ്രുവരി ജനുവരി മാസത്തിൽ ഞാൻ അവിടെ വന്നിട്ട് കണ്ടിട്ടുണ്ട്. സംഭവം സെയിം തന്നെ, വൃന്ദാവനുള്ള അതേ സെയിം സംഭവം തന്നെയാണ്. പിന്നെ കുട്ടികൾക്കും ഒക്കെ അടിപൊളി തന്നെ ആയിരിക്കും. കാരണം നമ്മൾ ഇതൊക്കെ കണ്ടതുകൊണ്ടായിരിക്കാം ഈ വാട്ടർ ഫൗണ്ടെയിൻ എന്ന് പറയുമ്പോൾ വലിയ സംഭവമൊന്നും അല്ലാതിരിക്കണം. പക്ഷെ നമ്മളുടെ ആ പ്രായത്തിലുള്ള കുട്ടികൾക്ക് 13 വയസ്സ് വരെയൊക്കെ വലിയൊരു സംഭവം തന്നെയായിരിക്കും കേട്ടോ. നമ്മൾ കൊച്ചായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ബോട്ടിങ്ങിൻ്റെ അവിടെയാണുള്ളത്. പക്ഷേ ഈ ഒരു റിസർവയർ പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. ഡാം ഇതിൻ്റെ മേലെയാണ്. ഡാമിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് ഇത്. ഇതിന്ന് വീണ്ടും താഴത്തോട്ട് വെള്ളം കനാൽ വഴി ഒഴുകി പോവാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ ഈ ഗാർഡൻ്റെ ഉള്ളിൽ ഏറ്റവും നല്ല ആക്ടിവിറ്റി കേട്ടോ സൈക്ലിംഗ് എന്ന് പറയുന്നത്. സൈക്ലിംഗ് നമ്മൾ വിടില്ലല്ലോ. അപ്പം കുട്ടികൾക്കാണ് കേട്ടോ. അതായത് നമ്മളെ സൈക്കിൾ ട്രാക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഇപ്പോൾ ആരും കാണാനല്ല. ഞാൻ ചോദിച്ചപ്പോൾ ആൾ വരുന്ന പറഞ്ഞു. ആൾ വന്ന ശേഷം നമുക്കൊരു സൈക്കിൾ എടുത്തിട്ട് മോനെ കൊണ്ടൊന്ന് ഓടിപ്പിക്കാം. സൈക്കിൾ ഉണ്ടോവേ? ഇത് മലമ്പുഴയില്ലല്ലോ, മലമ്പുഴ ഗാർഡനിൽ ഇങ്ങനെ അല്ലല്ലോ അല്ലേ? ശരിക്കും ഒരു കിഡ്സ് ഫ്രണ്ട്ലി പാർക്ക് അല്ലേ? ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോലിക്കാരൊക്കെ ഒരു കിഡ്സ് ഫ്രണ്ട്ലി ആട്ടോ. അതെനിക്ക് ഇതിന് മുമ്പ് ഞാനത് എക്സ്പീരിയൻസ് ചെയ്തതാണ്. അതായത് അവരൊരു പരിധിവരെ തിരക്കൊന്നും ഇല്ലെങ്കിൽ കുട്ടികളെ വീണ്ടും സൈക്കിൾ കുറച്ചുകൂടിയും ചവിട്ടാൻ അല്ലെങ്കിൽ ബോട്ടിങ് കുറച്ചുകൂടിയും സമയം കൂടുതൽ ചിലവഴിക്കാനൊക്കെ സമ്മതിക്കും. നമ്മൾ ഒരു മറ്റേ വീഗലാൻഡിലോ മറ്റൊക്കെ പോയി കഴിഞ്ഞാൽ അവരൊക്കെ ടൈം ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ? എന്തുപോലെ ഉരുസിപ്പാലം
മോൻ്റെ ഹാപ്പി കേട്ടോ, അത് കാണുമ്പോൾ തന്നെ നമ്മൾ ഹാപ്പിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ. നമ്മൾ ശരിക്കും ഇപ്പോഴൊക്കെ കുറച്ച് ഡിസ്റ്റൻസൊക്കെ കീപ്പ് ചെയ്തിട്ട് ഇവിടെ വരാവുന്നേ ഉള്ളൂ കേട്ടോ ഗാർഡനിലൊക്കെ. ഞാൻ കുട്ടികളെയും കൊണ്ട് വരണം എന്ന് പറയുമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എനിക്ക് കാഞ്ഞിരപ്പുഴ അടുത്ത് തന്നെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് വന്നാൽ ജസ്റ്റ്. ആദ്യമൊക്കെ എല്ലാ ഞായറാഴ്ചയും മോന് എൻ്റെ ഒപ്പം തന്നെ ആയിരുന്നു കേട്ടോ. ഞങ്ങളൊരു സൈക്ലിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനും മോനും മാത്രമായിട്ട്. അതൊക്കെ നല്ല അത്യാവശ്യം വ്യൂസ്, നമ്മളുടെ ചാനലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വ്യൂസൊക്കെ കിട്ടി. അപ്പം എങ്ങനെ ഹാപ്പി അല്ലേ? വീട്ടിലിരുന്നിട്ട് മടുത്തിരുന്നോ? പിന്നെ കാഞ്ഞിരപ്പുഴ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു കിഡ്സ് ഫ്രണ്ട്ലിയാണ്. കുട്ടികൾക്ക് ആണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ട്, അതായത് മലമ്പുഴ ഗാർഡനേക്കാളും ഉപരി. അതായത് ഈ സൈക്ലിങ്, പിന്നെ നേരത്തെ കണ്ട ബോൾ ഉണ്ടല്ലോ, ആ ബോളിൽ കയറാൻ മോന് പേടി. പിന്നെ നമുക്കതിൽ കയറാൻ എന്തോ ഒരു ഇഷ്ടമില്ലായ്മ തോന്നി. പിന്നെ കൂട്ടുകാരത്ത് വരികയാണെങ്കിൽ നമുക്കൊന്ന് കയറി മറിയുകയൊക്കെ ചെയ്യാമായിരുന്നു, അതുകൊണ്ട് അതിൽ കയറിയില്ല. പിന്നെ ബോട്ടിംഗ് ഉണ്ട്, പിന്നെ കുട്ടികളെ ബോട്ടിംഗ് കൊണ്ട് വലിയ ആൾക്കാർക്കുള്ള ബോട്ടിംഗ് ഉണ്ട് കേട്ടോ. അതൊന്നും വേറെ അടുത്തുള്ള ഈ പാലക്കാട് മറ്റുള്ള പാർക്കിലൊന്നും കണ്ടിട്ടില്ല. പിന്നെ പോവാം, അങ്ങോട്ട് പോവാം. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ അത്യാവശ്യം എല്ലാ പാർക്കിലുള്ളതുപോലുള്ള സംഭവങ്ങളും. അപ്പോൾ മലപ്പുറം ജില്ല അല്ലെങ്കിൽ പാലക്കാടിൻ്റെ മലബാറിൻ്റെ ഏരിയയിൽ നിന്നൊക്കെ ഒരു വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ അടിച്ച് പൊളിക്കാം കേട്ടോ. ഇനി നമുക്ക് ഡാമിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമോ നോക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട്, അതിൻ്റെ അടുത്ത് വരെ ഏകദേശം പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. അവിടെ ഒന്ന് പോകണം. ഒന്നുകൂടി കറങ്ങി തിരണ്ടി വീഡിയോ അവസാനിപ്പിക്കാം നമുക്ക്. കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറങ്കി മാങ്ങ, അതുപോലെ നമ്മൾ വരുന്ന വഴി കണ്ടില്ലേ തണ്ണിമത്തൻ, പപ്പായ, അതുപോലത്തെ സംഭവങ്ങളൊക്കെ കട്ട് ചെയ്ത് അതൊരു ഇരിപ്പിടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗാർഡനിൽ പുറത്തേക്ക് ഇറങ്ങി ഡാമിൻ്റെ അടിയിലെത്തിട്ടോ. ഡാമിൻ്റെ ഒരു ഷട്ടർ തുറന്നിട്ടുണ്ട്. പിന്നെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഡാം ചോരുന്നുണ്ട്. വെള്ളം ഇതുവഴി താഴേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ടെക്നിക്കൽ വശമൊന്നും അറിയില്ല, എന്നിരുന്നാലും നന്നായിട്ട് വെള്ളം വരുന്നുണ്ട്. വാ ഇതുണ്ട്, ഈ സ്റ്റെപ്പിലൂടെയുള്ള വെള്ളമൊക്കെ ഈ ഡാമിൽ നിന്ന് ഇതുവഴി വരുന്ന വെള്ളമാണ്. ഡാമിന് ചുറ്റും വേണ്ടോ മലകൾ. അതിൽ ആ വലിയ മലൻ്റെ അപ്പുറം എന്തായാലും ഊട്ടിയാണ്. നമ്മൾ മുള്ളി വഴി ഊട്ടി പോലെ അത് ഈ മല കടന്നിട്ടുള്ള സ്ഥലമാണ്. ആ മലകളിലൂടെ ഉള്ള റോഡാണ്. ശരിക്കും ഇത് അട്ടപ്പാടി മല തന്നെയാണ് ഇതിനപ്പുറത്തുള്ളത്.
അപ്പോൾ മോന് ചടച്ചു കേട്ടോ. ഡാമിൻ്റെ മേലെ കയറി ഇറങ്ങിയപ്പോൾ തന്നെ മോന് ചടച്ചോ. അപ്പോൾ കാഞ്ഞിരപ്പുഴ ഡാമിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇതാണ് കേട്ടോ. ലോക്ക്ഡൗണിന് ശേഷം, കൊറോണയ്ക്ക് ശേഷമല്ല, ഇപ്പോൾ നിലവിൽ ഇങ്ങനെയാണ്. അത്യാവശ്യം തിരക്കൊന്നുമില്ല. സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൻ്റെ ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. കാരണം അവിടെയും ഇവിടെയൊക്കെ തന്നെയുള്ളൂ ആളുകളുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികളൊക്കെ മടുത്തിരിക്കുന്നതായിരിക്കും. ആ സമയത്ത് ജസ്റ്റ് ഒരു ഔട്ടിംഗ് ഒക്കെ ആവാം. പ്രത്യേകിച്ച് മലബാർ ഏരിയയിലുള്ള ആളുകൾക്ക്, പാലക്കാട് ജില്ലയിലെ മലബാർ ഏരിയയിലേക്കുള്ള ആളുകളുണ്ടല്ലോ, അവർക്കൊക്കെ വന്നൊരു ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. പിന്നെ കിഡ്സ് ആക്ടിവിറ്റീസ് കൂടുതലുണ്ട് കേട്ടോ. മറ്റുള്ള ഗാർഡനിലെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബോൾ സംഭവം ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നു. പിന്നെ ഉള്ളത് ആ സൈക്ലിങ്ങും, പിന്നെ ചെറിയ ബോട്ട്, പിന്നെ വലിയ ആളുകൾക്ക് ആ വലിയ ബോട്ടും ഉണ്ട്. പിന്നെ ആ വലിയ ബോട്ടിൽ പ്രായഭേദമന്യേ ആർക്കും വേണമെങ്കിലും കയറാമെന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഹാപ്പിയല്ലേ? കിടച്ചോ? അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടുന്ന് ഇറങ്ങുകയാണ്. അടുത്ത വീഡിയോയിൽ കടന്നവരെ ബൈ. ബൈ.